എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പരിസ്ഥിതി ദിനമാണ്. നമ്മൾ ആണ്ടിൽ ഒരു പ്രാവശ്യം മാത്രം ഓർക്കുന്ന ഒരു ദിനമായിട്ട് മാറിയിരിക്കുന്നത്. അതുതന്നെ നമ്മുടെ ഏറ്റവും വലിയ കുറവും അത് തന്നെയാണ്. കാരണം ഈ പരിസ്ഥിതി എന്ന് പറയുന്നതിനെ നമ്മൾ ആ ഒരു ഒറ്റ ദിവസത്തെ ഇമ്പോർട്ടൻസിനായിട്ട് മറ്റുള്ള ഓരോന്നിനും ഓരോ ദിവസം കൽപ്പിച്ചു വെച്ചേക്കുന്ന പോലെ എല്ലാവരും ഇതിനും പരിസ്ഥിതിക്ക് ഒരു ദിനം കൽപ്പിച്ചു, ഒരു ബിംബവൽക്കരണം നടത്തി, അതിനൊരു മരത്തിന്റെ പ്രതിച്ഛായം കൊടുത്തു. അതോടുകൂടി അത് അവസാനിച്ചു. എല്ലാം കൂടി പോയ ഒരു മരം കൊണ്ട് നട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിഞ്ഞു നോക്കില്ല. ആ ഒരു രീതിയിൽ വന്നിരിക്കുന്ന അത്രയും കാൽലെസ് ആയിട്ടാണ് നമ്മുടെ മനുഷ്യൻ പ്രകൃതിയെ കാണുന്നതെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ തരത്തിലുള്ളൊരു അപ്രോച്ച്. അപ്പം അത് മാറ്റണമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പ്രമേയത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. കാരണം നമുക്ക് പ്രകൃതി അല്ല ഭൂമി, എർത്ത് നമുക്ക് വളരെയധികം സന്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായിട്ട് നമുക്കിങ്ങനെ ഓരോരോ മെസ്സേജസ് ആയിട്ട് തരുന്നുണ്ട്. ആ മെസ്സേജസ് നമുക്ക് തരുന്നത് ഇപ്പോൾ അത് വളരെ തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 വെള്ളപ്പൊക്കം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ എക്സ്ട്രീം ക്ലൈമറ്റ്സ്, ചൂടാണെങ്കിൽ എക്സ്ട്രീം ചൂട്, മഴയാണെങ്കിൽ എക്സ്ട്രീം മഴ, അതുപോലെ തന്നെ ക്ലൗഡ് ബേസ്ഡ്, അങ്ങനത്തെ വളരെയധികം കാലാവസ്ഥ പ്രശ്നങ്ങൾ ഇവിടെ മാത്രമല്ല എല്ലാ ലോകത്തെമ്പാടും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ വന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പ്രകൃതി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പുകളാണെന്നുള്ളത് നമ്മൾ അന്നേരം പറയുമെങ്കിലും ഇപ്പം ഇത് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അന്നേരം ഇത് പറയുന്നത് നമ്മൾ തന്നെ വരുത്തുക എന്ന് പറയുന്നതല്ല. അത് കഴിയുമ്പോഴത്തേക്ക് അതിനെ പറ്റി എല്ലാവരും മറന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം അതിനായിട്ട് ചെലവഴിച്ച് ഒരുമ്പിട്ടിട്ടും അതുകൊണ്ടും പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. മരം വെച്ചാൽ മരത്തിനെ പോലും ഒരു തൈ നട്ട അതിനെ പോലും പരിചരിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന്റെ നിലയൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത് വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് ഇപ്പം നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന വാണിംഗ് ഒന്നും പോരാതെ വരുത്തുന്ന ഒരു രീതിയിലോട്ട് മാറുകയാണ്. നമ്മൾ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള, അതായത് ഈ നമ്മുടെ ജൈവമണ്ഡലം എന്ന് പറയുന്നത് പ്ലാനറ്ററി ബൗണ്ടറീസ് ഒരു 23 കാറ്റഗറീസിൽ പറയുന്നുണ്ട്. അതിൽ നമ്മൾ വളരെയധികം നമ്മൾ അതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിമിറ്റ്സ്, അതിൻ്റെ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ആ സമയത്ത് നമ്മളിതിനെ കാര്യമായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള മറ്റു പ്രശ്നങ്ങളിലോട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു യാദൃച്ഛികമായിട്ടുണ്ടായ ഒരു സംഗതിയല്ല, ഇത് മനുഷ്യനായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മാത്രമാണ്, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടി വരും. മറ്റു ഒരു ജീവജാലങ്ങളും ഇതുപോലെ മനുഷ്യൻ്റെ കൂട്ട് ഭൂമിക്ക് എഗനസ്റ്റായിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അത് എല്ലാം ചെയ്യുന്നത് ഈ പ്രകൃതിക്ക് അനുസരമായിട്ടാണ്. മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ പൊല്യൂഷൻ, മലിനീകരണം എന്നുള്ളൊരു വസ്തുത ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് ആവശ്യമില്ലാത്ത, അതായത് പ്രകൃതിക്ക് പോലും ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ ഉണ്ടാക്കി വിടുന്നു. പ്ലാസ്റ്റിക് പോലുള്ളത്, കെമിക്കൽ പോലുള്ളത്, അങ്ങനെ നിരവധി സാധനങ്ങൾ, ടോക്സിക് പൊല്യൂഷൻസ് ആയിട്ടുള്ള ഒത്തിരിയധികം സാധനങ്ങൾ ഉണ്ടാക്കി പ്രകൃതിക്ക് പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അമിതമായിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, ഓവർ എക്സ്ട്രാക്ഷൻ ഉണ്ട്, ഖനനം അമിതമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെയധികം പ്രകൃതിയെ മൊത്തത്തിൽ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലാണ്. കാട് വെട്ടിത്തെളിച്ച് മൊത്തം പ്രോബ്ലം ഉണ്ടാക്കി. അത് കാരണം നമ്മൾ കാർബണിൻ്റെ എമിഷൻസ്, ഈ ഫോസിൽ ഫ്യൂലിൽ നിന്ന് വരുന്ന കാർബണ് നോർമൽ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് കാടുകൾ കൂടുതലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചു വേണം. പക്ഷെ ഇത് നമ്മൾ കാടുകൾ വെട്ടിത്തെളിക്കുകയും അതിന് പുറമെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കൂട്ടുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ സന്തുലിതാവസ്ഥ ഇവിടെ നഷ്ടപ്പെടുന്നത്. ഭൂമിയിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഓട്ടോ റെഗുലേഷൻ ഉണ്ട്. എല്ലാ സംഗതികൾക്കും അതിൻ്റെതായിട്ടുള്ള സർക്കുലേഷൻ മെത്തേഡുണ്ട്. ആ സർക്കുലേഷൻ മെത്തേഡിലൂടെയാണ് പ്രകൃതി അതിൻ്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ആ സന്തുലിതാവസ്ഥ എല്ലാം ഇപ്പം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥയുടെ പ്രസിദ്ധത.
പക്ഷെ ഈ പ്രതിസന്ധി കൊണ്ട് ഇത് മാത്രമല്ലല്ലോ, നമ്മൾ അത് കൂടാതെ എന്തെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്രൈസിസ്, ഇപ്പം മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും മിക്കവാറും ഉള്ള മനുഷ്യർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു രോഗം, ജീവിതശൈലി രോഗം നമുക്ക് കാണുന്നുണ്ട്. അത് ഇതേ പ്രോബ്ലത്തിൻ്റെ ഒരു മറു സൈഡാണ് ഈ ലൈഫ് സ്റ്റൈൽ ക്രൈസിസ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു വാല്യൂ ക്രൈസിസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത് നമുക്ക് മനുഷ്യൻ്റെ ആ മൂല്യങ്ങളെ പറ്റിയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അത് നമ്മൾ കുറഞ്ഞു പോകുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇതിനെപ്പറ്റി നമ്മൾ ബോധേഡല്ല. ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മറ്റുള്ളവർക്കും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിനെ അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനെപ്പറ്റി നമ്മൾ ബോധേഡല്ലാതെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു ക്രൈസിസാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ ക്രൈസിസ് തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ റിലേഷൻസ് തമ്മിലുള്ള ആ ബന്ധുത്വം, അതിനെ നമുക്ക് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വരുന്നില്ല. കാരണം അവിടെ ഗ്രീഡ് എന്നുള്ളതും പല വിധത്തിലുള്ള പ്രോബ്ലംസ് അതിൻ്റെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു പ്രകൃതിയുമായിട്ടുള്ളൊരു അകൽച്ച അവിടെ സംഭവിച്ചു. അതുകൊണ്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നമ്മൾ അതിൻ്റെ പ്രകൃതിയുമായിട്ടുള്ള ശരിക്കുള്ള ഒരു ബന്ധം അവിടെ നഷ്ടപ്പെട്ടിട്ട്, മണ്ണുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ട്, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വാഭാവിക ഭക്ഷണത്തെ വിട്ടിട്ട് അൺനാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫുഡിലോട്ട് മാറി. അതുപോലെ തന്നെ നമ്മുടെ ലാളിത്യം, സിമ്പിൾ ലൈഫ് എന്നുള്ളത് മാറ്റിയിട്ട് ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു രീതിയിൽ മാറ്റിയിട്ട് എക്സ്ട്രീംസിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയോടുള്ളൊരു ആദരവ് അതും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ പല വിധത്തിലാണ് നമ്മൾ ഈ പ്രശ്നങ്ങളിലോട്ട് കൂടുതലായിട്ട് ആഴത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂട് അൺബിയറബിളായിട്ട് വരും. അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കൂടിക്കൊണ്ടിരിക്കും, കുടിവെള്ളം ഇല്ലാതാകും, ഫുഡ് ക്രൈസിസ് കൂടുതലാകും, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടും, മെൻ്റൽ ഹെൽത്ത് കുറയും. അങ്ങനെ സോഷ്യൽ ഇന്നീക്വാളിറ്റി, സാമൂഹിക അസമത്വങ്ങൾ വർദ്ധിച്ച് അവിടെ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. സൊസൈറ്റിയിലും പൊളിറ്റിക്കലായിട്ട് എല്ലാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലതും അതിൻ്റെതായിട്ടൊരു ഭാഗമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, വേൾഡ് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇതിനുള്ള പരിഹാരം എന്താണ്? നമ്മൾ ഈ പരിഹാരം വെറുതെ ഒരു ചെടി അല്ലെ മരം വെച്ച് പിടിപ്പിച്ചോ അല്ല മരത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല. കാരണം ഇവിടെ ഒരു മൊത്തത്തിൽ ഒരു അപ്രോച്ചിൻ്റെ ആവശ്യമുണ്ട്, ഒരു ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻ അവിടെ ആവശ്യമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ, നമ്മുടെ ജീവിതശൈലി മാറ്റി നടത്തുന്നത് തന്നെ ഇത് ആവശ്യമായിട്ട് വരുന്നു. അപ്പം മൊത്തത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ് അവിടെ ആവശ്യപ്പെടുന്നത്. അത് പ്രകൃതിയുമായിട്ടുള്ള ഒരു പുതിയ പുനർബന്ധം സ്ഥാപിച്ചുകൊണ്ട് അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ പാഠങ്ങൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. കാരണം പ്രകൃതിയിലെ എല്ലാം വളരെ അനായാസമായിട്ട് എല്ലാം സംഭവിക്കുന്നു. എല്ലാ വളർച്ചയും എല്ലാം അതിൻ്റെ വളരെ അനായാസമായിട്ട് അവിടെ പ്രകൃതിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ മരം വളർന്നതാണേലും ഒരു മൃഗം വളരുന്നതാണ്, എല്ലാം അതിൻ്റെ അകത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മനുഷ്യന് മാത്രമേ ഉള്ള ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വരുന്നത്. അതിൻ്റെ എല്ലാം കാരണങ്ങളും മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നതാണെന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രകൃതിയിൽ എന്താ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്? പ്രകൃതി ഒന്നും പാഴാക്കുന്നില്ല, വേസ്റ്റ് ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ എല്ലാം ഒരു സൈക്ലിക്കൽ മെത്തേഡിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഏതൊരു പ്രോസസ്സിൻ്റെയും ഔട്ട്പുട്ട് വരുന്നത് അടുത്തൊരു പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈക്കിൾസിന് അത് വളരെ വളരെ ഭംഗിയോടുകൂടി അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പഠിക്കാനുണ്ട് അതിൽ നിന്ന്. ഇപ്പം അതിനുള്ള പല രീതിയിൽ ഇപ്പം സയൻസ് അതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതുവരെയും അത് വേണ്ടിയ രീതിയിൽ എത്തിയിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഓരോ മനുഷ്യനും അതിൻ്റേതായിട്ടുള്ള ഒരു രീതി മനസ്സിലാക്കി ആ രീതി സ്വന്തം ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഈ പ്രകൃതി ചെയ്യുന്ന എല്ലാ രീതികളും, അതായത് റീസൈക്കിൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ സിംബയോട്ടിക് ആയിട്ടുള്ള ജീവനം, പ്രകൃതിയിലെ ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഇവിടെ സഹജീവനം, സിംബയോട്ടിക് ലൈഫാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കാലത്തിലൂടെ
ചിന്തയിലൂടെയാണ് ഈ പ്രകൃതി പ്രവർത്തിക്കുന്നത്. ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവിലാണ് നമ്മൾ മിക്കവാറും കാണുന്നത്. നമ്മുടെ എല്ലാ ഈവൻ ഈ നേഷൻസ് പോലും അവർ പ്ലാൻ ചെയ്യുന്നത് ഒരു പഞ്ചവത്സര പദ്ധതി എന്നുള്ള 5 വത്സരമല്ല ഇത് വേണ്ടത്. 50 വർഷം 100 വർഷം മുന്നോട്ട് പോയാലും എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അത് ഒരേ സമയത്ത് നമ്മൾ കണ്ട് രണ്ടിനും കൂടെ ദീർഘകാലമുള്ള പദ്ധതിയും വേണം, ഷോർട്ട് പീരീഡിലെ പദ്ധതിയും വേണം. രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പൊ പ്രകൃതിയിൽ നിന്ന് ഈ പ്രയോജനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺസംഷൻ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. മിനിമലിസം എന്നുള്ള ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഉപഭോഗം കൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത റിസോഴ്സസ് ഉപയോഗിക്കേണ്ടാത്തടത്ത് ഉപയോഗിക്കാതെ അങ്ങനെ നമ്മൾ പല വിധത്തിലുള്ള മിനിമലിസത്തിലുള്ള പ്രോസസ്സ് നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പൊല്യൂഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും, റിസോഴ്സ് കൺസർവേഷൻ സംരക്ഷണം വർദ്ധിക്കും, ജൈവ വൈവിധ്യം സംരക്ഷിക്കപ്പെടും. അതുപോലെ നമ്മൾ കാർബൺ എമിഷൻ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ കമ്പൈൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ നമ്മുടെ ഒരാളിൻ്റെ മാത്രമല്ല, സർക്കാരുകളുടെ മാത്രമല്ല, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അതുപോലെ തന്നെ മൊത്തം വ്യക്തികളുടെയും സൊസൈറ്റിയുടെയും മൊത്തത്തിലുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് ഇതിനെ കണ്ടേ പറ്റുള്ളൂ. അത് നമ്മൾ ചിലപ്പം ഇത് കൂടുതലുള്ള ഒരു സബ്ജക്റ്റാണ്, സയന്റിസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെയല്ല ഇത്. കാരണം സയന്റിസ്റ്റിന്റെ പാർട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം അവരവർ തന്നെ ചെയ്തേ പറ്റുള്ളൂ. ആ വ്യക്തി ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റുള്ളൂ. ആ ഉത്തരവാദിത്വം ഇൻഡിവിജ്വലിനുമുണ്ട്, ഫാമിലിക്കുമുണ്ട്, ആ ഒരു സൊസൈറ്റിക്കുമുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഇതുണ്ട്, അതുപോലെ തന്നെ നേഷനുമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ കാണുമ്പോഴാണ് ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം എൻ്റെ ഒരു ഉത്തരവാദിത്വം എന്താണെന്ന് നമ്മൾ ഇതിൽ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ആയിട്ടുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതിനെ മൊത്തത്തിൽ ഓരോ ലെവലിലും എങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഗ്രീൻ കോസ് ഫൗണ്ടേഷൻ, ഈ ഗ്രീൻ കോസ് ഫൗണ്ടേഷൻ നമ്മൾ ഈ ഗ്രീൻ കോസ് ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡീപ് ഇക്കോളജി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ ഇതിനുമായിട്ട് പരിസ്ഥിതി ഗവേഷണമായിട്ട് അത് സയന്റിഫിക് ആൻഡ് ഒരു അതിൻ്റെ അകത്ത് നമ്മൾ പ്രകൃതി തത്വചിന്തയുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ആത്മീയ ഒരു രീതിയുണ്ട്. അതായത് ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇക്കോ സ്പിരിച്വാലിറ്റിയാണ്. പ്രകൃതിക്ക് ആയിട്ടുള്ള ആത്മീയതയാണ് ഏറ്റവും ശരിക്കുള്ള ഒരു ആത്മീയതയായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ആത്മീയമായിട്ട് എങ്ങനെ ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്, ഇന്റർകണക്ഷനാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള ഇന്റർകണക്ഷനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് തന്നെ ആത്മീയതയായിട്ട് നമുക്ക് മനസ്സിലാകും. അതാണ് ഇവിടെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന ഇക്കോസെൻട്രിക് ലൈഫ് എന്ന് പറയുന്നത്. പ്രകൃതി കേന്ദ്രിതമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള പഠനങ്ങളും ക്ലാസ്സുകളും എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പരിസ്ഥിതിയുള്ള ഉത്തരവാദിത്വമുണ്ട്, ഇക്കോ ലിറ്ററസി എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. അതുപോലെ സസ്റ്റൈനബിൾ കൺസംഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അതിനെപ്പറ്റി അങ്ങനെ വളരെ ഡീപ്പായിട്ടുള്ള പല സബ്ജക്റ്റുകളും ഇവിടെ എടുത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിൽ വ്യക്തിയുടെ ലെവലിൽ എന്തൊക്കെ വേണം ചെയ്യണം, കുടുംബത്തിൻ്റെ ലെവലിൽ എന്തൊക്കെ ആയിരിക്കണം, സമൂഹത്തിൻ്റെ ലെവലിൽ എന്തൊക്കെ ആയിരിക്കണം, പ്രകൃതിയുടെ ഒരു ഏകീകൃത ആരോഗ്യം എങ്ങനെ നിലനിർത്തിക്കുക, അതായത് ഹോളിസ്റ്റിക് ഹെൽത്ത് അപ്രോച്ച് എന്നുള്ളത്. അപ്പോൾ അതായത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ളൊരു വീക്ഷണത്തിൽ ഇതിനെ എല്ലാത്തിനെയും നമ്മുടെ ആരോഗ്യം ശരിയാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൻ്റെ ആരോഗ്യം ശരിയാകണം. ടെറൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചുറ്റുപാട് ആരോഗ്യമായെങ്കിൽ മാത്രമേ നമ്മളും ആരോഗ്യമാകത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും ഇതായിട്ടുള്ള സന്ദേശം പ്രകൃതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയ സന്ദേശമാണത്. നമ്മളെ സമൃദ്ധിയും സന്തോഷവും കൈവരിക്കുന്നതിന്, അതായത് ഈ അബണ്ടൻസ് എന്ന് പറയുന്നത് അത് കൈവരിക്കുന്നത്, അല്ലെ പ്രോസ്പെരിറ്റി കൈവരിക്കുന്നതിനുള്ള വഴി എൻ്റെ വഴി തന്നെ പിന്തുടരുക എന്നാണ് നമ്മൾ പ്രകൃതി നമ്മളോട് പറയുന്നത്. ഭൂമി നമ്മളോടുള്ള സന്ദേശം ഒക്കെ പറയുന്ന സന്ദേശമാണ് എൻ്റെ വഴികൾ പിന്തുടരുക
എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ നമുക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ മെക്കാനിസവും പ്രകൃതി നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഏതൊരു ഇതിനും ഏത് സിറ്റുവേഷനിലും നമുക്ക് പ്രകൃതിയോട് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രകൃതി. അതിനനുസരിച്ചാണ് നമ്മളിവിടെ 31R എന്നുള്ളൊരു പ്രിൻസിപ്പിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 31 ദിവസം നമുക്ക് അതിൻ്റെ ഓരോരോ ഭാഗമായിട്ട് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നാൽ ആ സന്ദേശം മൊത്തം പ്രകൃതി തന്നിരിക്കുന്ന സന്ദേശങ്ങൾ മുഴുവനും ആ 31R നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ ഓരോ ദിവസവും ഒരെണ്ണമെങ്കിലും പ്രയോഗിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ സംഗതി നമ്മൾ ഈ പ്രകൃതിയുടെ സന്ദേശം നമുക്ക് കൈവരിക്കുകയും ഇതിനുള്ള ഒരു മറുപടിയായിട്ട് അതിന് നമ്മുടെ ഉത്തരവാദിത്വം അതിന് ശരിയാക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാനും പറ്റും. അപ്പോൾ ഇത് എല്ലാവരും അതിനെ മനസ്സിലാക്കുക, പ്രകൃതിയെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശം. താങ്ക് യു.